ചേലക്കര തൊഴുപ്പാടം റോഡിൽ ആവേശമായി വേല ഫെസ്റ്റ് തുടരുന്നു. വാനോളമുയരുന്ന ജയന്റ് വീൽ, ബ്രേക്ക് ഡാൻസ് റൈഡ്, വമ്പൻ കൊളംബോ ബോട്ട് തുടങ്ങിയ വിസ്മയിക്കുന്ന അമ്യൂസ്മെന്റ് റൈഡുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുട്ടികൾക്ക് ചാടിത്തിമിർക്കാൻ ജയന്റ് ബൗൺസിംഗ് സ്ലൈഡുകളും ഒപ്പം രുചിയൂർന്ന വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും സജ്ജമാണ്. കേവലം കാഴ്ചക്കാരായി ഒതുങ്ങാതെ കാണികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഇവിടെ വലിയൊരു വേദിയുണ്ട്. ഏപ്രിൽ 5 വരെ നീളുന്ന ഈ ഉത്സവമേള കുടുംബസമേതം ആഘോഷിക്കാൻ നിങ്ങൾക്കായി ചേലക്കര കാത്തിരിക്കുന്നു. അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി പാരമ്പര്യ തനിമയോടെ ഒരുക്കിയ വിശുദ്ധ വസ്തുക്കൾ മല്ലിശ്ശേരിക്കാവിൽ സമർപ്പണത്തിന് ഒരുങ്ങി. പൗരാണിക ആചാരങ്ങളുടെ മുറ തെറ്റാതെ പാലിച്ചാണ് ഇത്തവണയും ഒരുക്കങ്ങൾ പൂർത്തിയായത്. അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ചുള്ള പൗരാണിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായുള്ള ഒരുക്കങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂർത്തിയായി. തെക്കുംകൂർ ദേശാവകാശികളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ വേലയ്ക്ക് ആവശ്യമായ വിശുദ്ധ വസ്തുക്കളുടെ നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പണം നടത്തി. നൂറ്റാണ്ടുകളായി തനിമ ചോരാതെ നിലനിൽക്കുന്ന വേലയുടെ നടത്തിപ്പ് അവകാശം ഇത്തവണ തോന്നൂർക്കര ദേശക്കാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഉദയനെല്ലൂർ കുടുംബത്തിലെ 5 വീടുകളിൽ നിന്നുള്ള 6 വിശ്വകർമ്മികൾ ചേർന്നാണ് ഭഗവതിയുടെയും അന്തിമഹാകാളന്റെയും തേരിനും അനുഷ്ഠാനങ്ങൾക്കും ആവശ്യമായ സാമഗ്രികൾ ഒരുക്കിയത്. സത്യൻ, രഘുനന്ദൻ, സോമസുന്ദരൻ, രജീന്ദ്രൻ, മോഹനൻ എന്നിവരടങ്ങുന്ന സംഘം ഒരാഴ്ചയോളം നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തോന്നൂർക്കര തെക്കൻകൂർ ദേശത്തിന്റെ സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മല്ലിശ്ശേരിക്കാവിലേക്ക്. അപ്പോൾ ഓരോന്ന് ഒലയ്ക്ക, പിന്നെ ഉരല്, നാഴി, ഇടങ്ങഴി, കാൽപ്പറ, പിന്നെ പീഠങ്ങൾ, കൊട്ട, സ്ഥാനക്കാല്, ദാരിനങ്കാളി, പീഠം, പിന്നെ തേർത്തട്ട്, അങ്ങനെയൊക്കെ 2 ഉണ്ടാക്കണം. അങ്ങനത്താണ്. പിന്നെ ഇത് പൂജിക്കലാണ്, അമ്പലമാണത്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ പീഠം വെച്ചിട്ട് പൂജിക്കുന്നത്. ഇത് പാലട മരമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പണി ഞങ്ങൾ ഒരാഴ്ച പണി ഉണ്ടാവും. 4-5 ദിവസം 5-6 ആൾ വെച്ചിട്ട്. രാഘവേട്ടനാണ് ഇത് വന്നത് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ പണി തീർത്തത്. നല്ല സഹായ സഹകരണം ഉണ്ടായി. രാത്രി രാഘവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് ഞങ്ങളെ വേണ്ടമാതിരി എല്ലാ കാര്യങ്ങളും ഇത് ഭംഗിയാക്കി അവസാനിപ്പിക്കാനുള്ള അവസരം തന്നു കഴിഞ്ഞു. മുത്തലങ്കാട്ട് രാഘവൻ വഴിപാടായി നൽകിയ വിശുദ്ധമായ പാലമരം മുറിച്ചാണ് 21 തരം സാമഗ്രികൾ നിർമ്മിച്ചത്. തേര്, ഉരൽ, തട്ടം, പറ, നാഴി, ഇടങ്ങഴി, ശ്രീപീഠം, ഉലക്ക, മരക്കൊട്ട തുടങ്ങി വേലയുടെ ഓരോ ഘട്ടത്തിനും അനിവാര്യമായ വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നു. മുൻകാലങ്ങളിൽ കാട്ടിൽ പോയി പാലമരം കണ്ടെത്തി കൊണ്ടുവരുന്ന രീതിയായിരുന്നെങ്കിലും ഇന്ന് ആചാരപരമായ നിബന്ധനകൾ പാലിച്ചു തന്നെയാണ് വൃക്ഷം തിരഞ്ഞെടുക്കുന്നത്. നിർമ്മാണ വേളയിൽ 6 ശില്പികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം നൽകിയത് തേക്കിങ്ങൽ രാധാകൃഷ്ണന്റെ കുടുംബമാണ്. കഠിനമായ വ്രതശുദ്ധിയോടെയാണ് ഇവർ ഓരോ ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്തത്. വളരെ തുച്ഛമായ ദക്ഷിണ മാത്രമാണ് ഈ സേവനത്തിന് ലഭിക്കുന്നതെങ്കിലും ദേശത്തിന്റെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടാണ് തലമുറകളായി ഈ കുടുംബങ്ങൾ ഈ പുണ്യകർമ്മം ഏറ്റെടുക്കുന്നത്. 40 പറ നെല്ലാണ് നിർമ്മാണത്തിന് ദക്ഷിണയായി ദേവസ്വത്തിൽ നിന്നും ഇവർക്ക് ലഭിക്കുക. ശനിയാഴ്ച രാവിലെ മല്ലിശ്ശേരിക്കാവിലെ ഉപകരണങ്ങളുടെ സമർപ്പണ ചടങ്ങ് നടക്കും. വേല ദിവസം കാളി ധാരിക സംവാദ സമയത്ത് വാൾത്തട്ടും പയ്യപ്പന്തലും സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ അന്തിമഹാകാളൻകാവ് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളായ സുരേഷ് കുമാർ, ഷിബു, സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൈതൃകമായ ഇത്തരം ആചാരങ്ങൾ വരും തലമുറയ്ക്ക് മന്യമാകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് തോന്നൂർക്കര ദേശക്കാരും ഭക്തജനങ്ങളും. ഈ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന രാഘവേട്ടന്, നമ്മുടെ ദേശത്തിനും വേണ്ടി രാധാകൃഷ്ണൻ, അവരൊക്കെ തെങ്ങില്ല രാധാകൃഷ്ണൻ ഇതിനുവേണ്ടി വളരെയധികം ആത്മാർത്ഥത്തോടുകൂടി സഹകരിച്ചു. അതിന് നന്ദി പറയുന്നു. ദേശസമിതിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. CCV ന്യൂസ്, ചേലക്കര.